ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നിസ്ത ഗാലറി. ഇന്ന് ഞാനൊരു പത്തിലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല തേങ്ങാപ്പത്തിലിൻ്റെ റെസിപ്പി. ഇതിനു മുൻപ് ഞാൻ ചാനലിൽ മൊഞ്ചത്തി പത്തിലിൻ്റെയും കണ്ണു വെച്ചപ്പത്തിൻ്റെ ഒക്കെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന തേങ്ങാപ്പത്തിൽ. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ 1 ഗ്ലാസ് വൈറ്റ് റൈസ് അഥവാ നമ്മുടെ പച്ചരി 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നല്ല പോലെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോറും ചേർത്ത് നല്ല പോലെ ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് ആദ്യം മാവൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് 1/2 ഗ്ലാസ് ചോറ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് നല്ലപോലെ മിക്സ് ആക്കി എടുക്കാം. നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് അരച്ചെടുക്കാൻ ആവശ്യമായ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇത് നമ്മുടെ സാധാ ദോശക്കുള്ള മാവ് അരച്ചെടുക്കുന്ന പോലെ തന്നെയാണ്. അധികം ലൂസാവാൻ പാടില്ല, എന്നാൽ അധികം കട്ടിയായിരിക്കാനും പാടില്ല. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി. സാധാ അരിദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉള്ളത് തന്നെയാണ്. വൈറ്റ് റൈസും ചോറും ചേർത്തിട്ട് അരച്ചത്, മറ്റൊന്നും ചേർത്തിട്ടില്ല. നമുക്ക് തേങ്ങാപ്പത്തിൽ ചുട്ടെടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങാപ്പത്തിൽ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാവെടുത്ത് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ജസ്റ്റ് അധികം ചുറ്റിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കുക. അതിന് മുകളിലായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പത്തിലാണല്ലോ നമുക്ക് തയ്യാറാക്കുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് തേങ്ങയാണല്ലോ. നമുക്ക് ഇതിന് മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മാവ് എടുത്തിട്ട് ജസ്റ്റ് ഈ തേങ്ങയുടെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ജസ്റ്റ് ആ തേങ്ങ മാവിലേക്ക്, ആ ദോശയിലേക്ക് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിന് മേലെ ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നമുക്കിനി ഇതൊന്ന്, അപ്പൊ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തല്ലോ, അതിന് ഏകദേശം ആയിട്ടുണ്ടാവും. നമുക്കതൊന്ന് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് നോക്കാം. നമ്മുടെ തേങ്ങ ഒക്കെ നല്ലപോലെ ദോശയിലേക്ക് നല്ല ഒട്ടി നിന്നിട്ടുണ്ട്. തേങ്ങയ്ക്ക് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മുടെ ദോശ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് ഈ പാനിൽ നിന്നും മാറ്റാം.
ഇനി ഇതുപോലെ ബാക്കിയുള്ള തേങ്ങാപ്പാത്തിലും ചുട്ടെടുക്കാം. ഞാനിതിപ്പോൾ ഇവിടെ ഈ തേങ്ങാപ്പത്തിൽ കറി കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതല്ലാതെ നമുക്കിത് മധുരത്തിലും ചെയ്യാം. തേങ്ങയിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ആ തേങ്ങ ഈ മാവിലേക്ക് ദോശയിലേക്ക് ഇട്ട് കൊടുത്താൽ മധുരമുള്ള തേങ്ങാപ്പത്തിൽ റെഡി. ഞങ്ങൾക്കിവിടെ കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് ഏറ്റവും ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡിന് ഇത് നല്ല മീൻ മുളകിട്ടത് കൂട്ടിയിട്ട് കഴിക്കാനാണ്. അപ്പം ഞാനിത് നല്ല മീൻ മുളകിട്ടതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഡിന്നറായോ ബ്രേക്ക്ഫാസ്റ്റായോ ഒക്കെ കഴിക്കാവുന്നതാണ്. മീൻ കറി ഉണ്ടെങ്കിൽ ബീഫ് കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ കഴിക്കാം. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല കോമ്പിനേഷനായി തോന്നിയത് മീൻ മുളകിട്ടതിൻ്റെ കൂടെയാണ്. നമ്മുടെ രണ്ടാമത്തെ തേങ്ങാപ്പത്തിലും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്ന് ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചുട്ടെടുക്കാം. അങ്ങനെ എല്ലാ തേങ്ങാപ്പത്തിലും ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ കൂടെ തന്നെ കഴിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ പുതിയതായി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. Thank you for watching.